In the scriptures, we find a whole host of words to describe our English word for sin. പാപം എന്നുള്ള വാക്കിനെ വിവിധ രീതിയിൽ വേദപുസ്തകത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. In scripture, sin is also defined as unrighteousness. നീതിരഹിതമായ ഒരു അനുഭവത്തെക്കുറിച്ച് പാപം എന്ന് പറയുന്നു. Wrongdoing. നമ്മുടെ തെറ്റായ ചെയ്തികളെക്കുറിച്ച് പറയുന്നു. Wickedness. അധാർമികതയെക്കുറിച്ച് പറയുന്നു. A transgression. നമ്മുടെ നിയമ ലംഘനത്തെക്കുറിച്ച് പറയുന്നു. An overstepping of the boundaries. നമ്മുടെ പരിധി വിട്ടുള്ള പോക്കിനെക്കുറിച്ച് പാപം എന്ന് പറയുന്നു. A violation of the law. നിയമ ലംഘനത്തെക്കുറിച്ച് പറയുന്നു. An unrestrained commitment to evil. ദുർവൃത്തിയെക്കുറിച്ച് അനിയന്ത്രിതമായ ദുർവൃത്തിയെക്കുറിച്ചും അവിടെ പറയുന്നുണ്ട് പാപമെന്ന്. I have not the time for a whole lot of examples. മറ്റ് ഉദാഹരണങ്ങളൊക്കെ വിവരിക്കുവാനായിട്ട് ഇപ്പോൾ സമയം തികയുന്നില്ല. But one example of an unrestrained commitment to evil ഈ പാപഭംഗരമായ ജീവിത അനുഭവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഉദാഹരണം പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. is a secular song that was so popular in America some years ago. അമേരിക്കയിൽ വളരെ പ്രചാരമുള്ളതായിട്ടുള്ള ഒരു പാട്ട് ഇപ്രകാരമാണ്. It is a song about a married man singing about his adulterous love for his girlfriend. വിവാഹിതനായ ഒരു വ്യക്തിക്ക് കുടുംബത്തിന് വെളിയിൽ പരസ്ത്രീയുമായിട്ടൊരു സ്നേഹബന്ധത്തിലേക്ക് വന്നു. അതിനെ അടിസ്ഥാനമാക്കി ഉണ്ടാക്കിയ ഒരു പാട്ടാണ്. The song says, if loving you is wrong, I don't want to be right. ഈ മനുഷ്യന് താൻ സ്നേഹിക്കുന്ന പരസ്ത്രീയോട് പറയുകയാണ്, നിന്നെ സ്നേഹിക്കുന്നത് ശരിയല്ല എങ്കിൽ എനിക്കും ശരിയാകണ്ട. The singer goes on to say, some folks say there's no future in loving a married man. വിവാഹിതനായ ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നതിനകത്ത് വലിയ അർത്ഥമില്ല, അതിന് വലിയ ഭാവിയൊന്നുമില്ലെന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. He then says, if I can't love you when I want, I'll love you when I can. എനിക്ക് നിന്നെ വേണ്ടപ്പോൾ നിന്നെ സ്നേഹിപ്പാൻ സാധിക്കുന്നില്ലെങ്കിൽ എനിക്ക് കഴിയുമ്പോൾ നിന്നെ ഞാൻ സ്നേഹിക്കും. He then repeats it. വീണ്ടും അവൻ ആവർത്തിക്കുകയാണ്, if loving you is wrong, നിന്നെ സ്നേഹിക്കുന്നത് തെറ്റാണെങ്കിൽ I don't want to be right. എനിക്ക് ശരിയാകണമെന്ന് ആഗ്രഹമില്ല. And he's not talking to his wife, he's talking about his girlfriend. അവൻ അവൻ്റെ ഭാര്യയോടല്ല ഇത് പറയുന്നത് ഓർത്തോണം. അവൻ്റെ ഈ പരസ്ത്രീ സ്നേഹബന്ധത്തിലുള്ള ഒരു ആ സ്ത്രീ ഉണ്ടല്ലോ അവളോടായി പറയുന്നത്. That, my brothers and sisters, is an unrestrained commitment to wrongdoing. അത് നമ്മൾ തെറ്റായ ചെയ്തികളിലേക്കുള്ള നമ്മുടെ ഒരു കീഴ്പ്പെടലിനെ കുറിച്ചാണ് അവിടെ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത്. There are some things that we have decided are just going to be broken in our lives. നമ്മുടെ ജീവിതത്തിൽ തകർച്ചയുടെ അനുഭവത്തിലേക്ക് വരുവാൻ തക്കവണ്ണം നമ്മൾ നിശ്ചയിച്ച് ഉറപ്പിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇതൊക്കെ. So some of us have given up trying to do anything about it. ഇതിനെക്കുറിച്ച് ചില ആളുകൾ ഇനി എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞ് അവരുടെ ശ്രമങ്ങൾ ഉപേക്ഷിച്ചിട്ടുള്ള അനുഭവമുണ്ട്. Call it what you will or may, but sin is a factor in the human predicament. നമ്മുടെ ജീവിതത്തിൻ്റെ ഈ വിഷമാവസ്ഥയുടെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മുടെ പാപം തന്നെയാകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. And it is a worsening scenario from which we need deliverance. ഇത് വളരെ ദുഃഖകരമായ ഒരു രംഗമാണ്. അതിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിക്കേണ്ട ആവശ്യമുണ്ടത്രേ. You see what plagues us. എന്താണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? What troubles us. നമ്മളെ അസ്വസ്ഥതപ്പെടുത്തുന്ന എന്താണ്? And sometimes even tortures us. നമ്മളെ പലപ്പോഴും പീഡിപ്പിക്കുന്ന പല സംഗതികളുണ്ട്. Is not some slight imbalance on the periphery of our being. നമ്മുടെ ബാഹ്യമായ അനുഭവത്തിലുള്ള ചില അസന്തുലിതാവസ്ഥ അല്ല നമുക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. It is not some imbalance on the outer edges of our being. നമ്മുടെ ജീവിതത്തിന്റെ പുറംചട്ടകളിൽ കാണുന്ന ചില അസന്തുലിതാവസ്ഥ അല്ല ഇതിന്റെയൊക്കെ കാരണം. But it is something wrong and broken at the very center of who we are. നമ്മുടെ സത്തയിൽ അന്തർലീനമായിരിക്കുന്ന കേന്ദ്ര ബിന്ദുവിൽ സംഭവിച്ച ചില അപജയങ്ങളാണ്. Sometimes when we are dealing with our brokenness, we would have people to believe that it is peripheral to our being. പലപ്പോഴും നമ്മൾ തകർച്ചയെ വീണ്ടും പുനഃപണി ചെയ്യുമ്പോൾ ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതികൾ പുറംചട്ടയിൽ മാത്രം വരുത്തുന്ന ചില ക്രമീകരണങ്ങളായിട്ടാണ്.
which is to say, it is not at the center of who we are. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ സത്തയുടെ ഉള്ളിലേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലുവാനായിട്ട് മനസ്സില്ല അല്ലെ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. Have you ever heard people say, Lord, I don't know what got into me that made me act like that? നിങ്ങൾ ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, എൻ്റെ ദൈവമേ ഞാൻ എന്താ ഇങ്ങനെ ആയി തീർന്നത് എന്ന്, എനിക്ക് എന്താ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ടോ? I do. ഞാൻ കേട്ടിട്ടുണ്ട്. And it did not get into you, it came out of you. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇത് നിനക്ക് സംഭവിച്ച ഒരു സംഭവമല്ല, നിന്റെ ഉള്ളിൽ നിന്ന് വെളിയിലേക്ക് വന്ന ഒരു അനുഭവമാണ്. Because what is wrong with us is at the very center of who we are. നമ്മളിലെ ദുരവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അതിൽ നിന്ന് പുറപ്പെടുന്ന സംഗതികളാണ് നമ്മെ തകർച്ചയിലേക്ക് നയിക്കുന്നത്. It is not on the outer edges. പുറമേ കാണുന്നതായിട്ടുള്ള അസന്തുലിതാവസ്ഥയല്ല. It is right at the heart. ഇത് നമ്മുടെ ഹൃദയാന്തർഭാഗത്തുള്ള ഒരു അനുഭവമാണ്. Not this organ that pumps blood. നമ്മൾ ഈ രക്തം പമ്പ് ചെയ്യുന്നതായിട്ടുള്ള ഈ ഹൃദയത്തെക്കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. But the Hebrew understanding of heart. എബ്രായക്കാർ മനസ്സിലാക്കിയിരിക്കുന്ന ഹൃദയത്തിന്റെ ആ ഒരു അർത്ഥതലം വെച്ചുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. Which is the seat of our intellect, will and desires. അത് നമ്മുടെ ബൗദ്ധിക തലവും നമ്മുടെ ആഗ്രഹങ്ങളും ഒക്കെ സ്ഥിതി ചെയ്യുന്ന ആ ഒരു അവസ്ഥയാണത്. And that is what is so frightening. അതാണ് നമുക്ക് ഭീതിജനകമായ അനുഭവം എന്ന് പറയുന്നത്. Where we are really troubled. അവിടെയാണ് നമ്മൾ വാസ്തവത്തിൽ അസ്വസ്ഥതപ്പെടുന്നത്. Where we are broken. നമ്മൾ അവിടെയാണ് തകർക്കപ്പെട്ടിരിക്കുന്നത്. Where we are wrong. നമ്മൾ എവിടെയാണ് തെറ്റിപ്പോയിരിക്കുന്നത്. Is so central to the core of who we are. അത് നമ്മുടെ സത്തയുടെ കേന്ദ്ര ബിന്ദുവിൽ തന്നെയാണെന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകണം. And our refusal to own up to it. ഇതിന്റെ ഉത്തരവാദിത്വം നമ്മൾ എടുക്കാതിരിക്കുന്നത് causes us not to know how sick we are without Jesus. യേശു ക്രിസ്തുവിനെ കൂടാതെ നമ്മൾ എന്തുമാത്രം രോഗാവസ്ഥയിലായി തീരുന്നു എന്നുള്ള വസ്തുത അതുമൂലം നമ്മൾ മനസ്സിലാക്കുന്നില്ല. How desperate our plight is without Jesus. യേശുവിനെ കൂടാതെയുള്ള നമ്മുടെ പ്രയാണം എന്ന് പറയുന്നത് എത്രയോ പരിതാപകരമായ ഒരു അനുഭവമാണ്. How damnable our position is without Jesus. യേശുവിനെ കൂടാതെ നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് എത്രയോ നിർഭാഗ്യകരമായ ഒരു അനുഭവമാണ്. My brothers and sisters, in the Augustinian worldview, പ്രിയ സഹോദര സഹോദരങ്ങളെ, our very nature is depraved. നമ്മുടെ അടിസ്ഥാനപരമായ അല്ലെങ്കിൽ അന്തസത്തയിലുള്ള ആ ഒരു അംശം ദൈവത്തിങ്കിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു എന്നുള്ള ആ ഒരു വസ്തുത നമ്മുടെ സ്വഭാവ ഭാഗമായി മാറിയിരിക്കുകയാണ്. We were born on a slippery slope and a downward slide. നമ്മൾ പലപ്പോഴും തെന്നിപ്പോകുന്ന ചരിവിലാണ് ജനിച്ചിരിക്കുന്നത്. എപ്പോഴും താഴേക്ക് വീഴുവാനുള്ള സാധ്യത അവിടെയുണ്ട്. We come here longing for the right but leaning to the left. നമ്മൾ ഒരു പക്ഷനിവരിൽ ശരിയായ ദിശയിലേക്ക് തിരിയണമെന്നുള്ള ആഗ്രഹത്തിലായിരിക്കും വരുന്നത്. പക്ഷനിവരിൽ തെറ്റായ ദിശയിലേക്കാണ് നമ്മൾ ചരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. And our condition does not get better with the progression of time. നമ്മൾ സമയം കടന്നു പോകുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥയ്ക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. But it gets worse. അത് ചിലപ്പോൾ കൂടുതൽ പരിതാപകരമായി തീരുക. For the more I learn about myself without Jesus, യേശുവിനെ കൂടാതെ ഞാൻ എന്നെ കൂടുതൽ മനസ്സിലാക്കും തോറും the less I come to expect from myself. ഞാൻ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിന്റെ ആ പ്രതീക്ഷയുടെ അംശം കുറഞ്ഞു വരും. The more I see in myself without Jesus, യേശുവിനെ കൂടാതെ ഞാൻ എൻ്റെ ഉള്ളിലേക്ക് നോക്കി എന്നെ കാണുമ്പോൾ the more I shake my head about myself. ഞാൻ പലപ്പോഴും എന്നെക്കുറിച്ച് തന്നെ തലകുലുക്കേണ്ടതായിട്ട് വരുന്ന അവസ്ഥയിലെത്തും. My efforts to rid myself of what plagues me without Jesus യേശുവിനെ കൂടാതെ ഞാൻ എന്നെ മനസ്സിലാക്കുവാനായിട്ട് ശ്രമം നടത്തിയാൽ is the equivalent of peeling an onion. അത് നമ്മളെ ഉള്ളി തൊലിക്കുന്നത് പോലെ, ഉള്ളിയുടെ തൊലി കളയുന്നത് പോലെയുള്ള ഒരു അനുഭവമായിട്ട് മാറും. The more onion I peel away, the more onion I find. ഉള്ളിയുടെ തൊലി പൊളിക്കും തോറും കൂടുതൽ തൊലികൾ അവിടെ പ്രത്യക്ഷപ്പെടുമെന്നുള്ളത് നമുക്കറിയാമല്ലോ. I told my students the other day, എൻ്റെ വിദ്യാർത്ഥികളോട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യം, that when I was younger, life seemed a lot simpler.
ഞാൻ ചെറുപ്പമായിരുന്ന സമയത്ത് ജീവിതമൊക്കെ വളരെ സന്തോഷപ്രദമായിരുന്നു, ആയാസരഹിതമായിരുന്നു. I used to shake my head and wonder why adults did some of the stuff they did. ഞാൻ പലപ്പോഴും ഈ മുതിർന്ന ആളുകളൊക്കെ ചില സംഗതികൾ ചെയ്യുമ്പോൾ അവരെന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പലപ്പോഴും ഞാൻ ആശ്ചര്യപ്പെട്ടിട്ടുണ്ട്. How they got their lives so turned around and messed up. അവരെന്തുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന ജീവിതത്തെ പലപ്പോഴും തകർച്ചയുടെ അനുഭവത്തിലേക്കൊക്കെ എത്തിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. But as I grew older and started to deal with some of that stuff myself, എന്നാൽ ഞാൻ പ്രായമായപ്പോൾ, ഞാൻ അവരെ പോലെ മുതിർന്ന ഒരവസ്ഥയിൽ എത്തിയപ്പോൾ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. then adults started not to look so bad. അപ്പോൾ ഞാൻ മുതിർന്നവരെ ഈ തെറ്റായ രീതിയിൽ നോക്കുന്ന ആ കാഴ്ചപ്പാടിൽ നിന്ന് എനിക്ക് വലിയൊരു മാറ്റമുണ്ടായി. I said, oh, this is what they were dealing with. അയ്യോ, ഇതായിരുന്നു അവർ ചെയ്തിരുന്നതെന്ന് അപ്പോഴാണ് എനിക്ക് ബോധ്യം വന്നത്. When I was younger, deciding for right and against wrong seemed a lot easier. ആ തെറ്റും ശരിയും ഒക്കെ ഞാൻ ചെറുപ്പമായിരുന്ന സമയത്ത് തീരുമാനിക്കുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നും അല്ലായിരുന്നു. I thought everything could be settled on the basis of yes or no. ഞാൻ ശരിയെന്നോ തെറ്റെന്നോ പറയുന്നതിലൂടെ എല്ലാ കാര്യങ്ങളും ഒക്കെ ഒരു രീതിയിൽ കൊണ്ടെത്തിക്കാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. Black or white, right or wrong. അത് ശരിയാണോ തെറ്റാണോ കറുപ്പാണോ വെളുപ്പാണോ ഇതൊക്കെ എനിക്കന്ന് നിശ്ചയിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. But as I grew older, I came to realize that sometimes things are not easily overcome in our lives. എന്നാൽ ഞാൻ പ്രായമായപ്പോഴാണ് മനസ്സിലാക്കുന്നത്, ചെറുപ്പത്തിൽ ഞാൻ ചിന്തിച്ചതുപോലെ കാര്യങ്ങളൊക്കെ അത്ര ആയാസരഹിതമൊന്നും അല്ല എന്നുള്ള വസ്തുത. Life can be very difficult at times. ചിലപ്പോൾ ജീവിതം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അനുഭവമായിട്ട് മാറും. Sometimes we can hide certain things from the people. ചിലപ്പോൾ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് പല കാര്യങ്ങളും മറച്ചു വെപ്പാനായി സാധിച്ചു എന്ന് വരാം. To make them believe that everything is well in our lives. എല്ലാ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഒരു കുഴപ്പവുമില്ല എന്ന് മറ്റുള്ളവരെ കാണിപ്പാനായിട്ട് ഒരു പരിധി വരെ ആ ശ്രമം നമ്മെ സഹായിച്ചു എന്ന് വരാം. But there are times when the reality of our brokenness shows through. എന്നാൽ ജീവിതത്തിന്റെ ചില രംഗങ്ങളിൽ യാഥാർത്ഥ്യം വെളിയിൽ വരും. നമ്മുടെ തകർച്ചയുടെ അനുഭവം പുറത്തു വരിക തന്നെ ചെയ്യും. That is life. അതാണ് ജീവിതം എന്ന് പറയുന്നത്. Thank God for Jesus. യേശു ക്രിസ്തുവിന് വേണ്ടി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. For even though we were broken and knew we were broken, നമ്മൾ തകർക്കപ്പെട്ടവരാണെന്ന് വരികിലും നമ്മൾ തകർക്കപ്പെട്ട അനുഭവത്തിലാണെന്ന് അറിഞ്ഞുവെന്ന് വരികിലും we did not have the ability on our own to get back to God. ദൈവത്തിലേക്ക് തിരിച്ചു വരുവാനും ആ ബന്ധങ്ങളെ പുനഃസ്ഥാപിപ്പാനുമുള്ള ഒരു ശക്തിയോ അതിനാവശ്യമായിരിക്കുന്ന കൃപയോ നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ ഇല്ല. Yet God was not satisfied to leave us in our fallen condition. നമ്മുടെ ഈ ഒരു അവസ്ഥയിൽ നമ്മെ വിട്ടിട്ട് പോകുവാൻ ദൈവത്തിന് മനസ്സില്ല. A way had to be made. ഒരു വഴി കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. A fountain had to be opened. ഒരു വഴി തുറന്നു കൊടുക്കേണ്ടതായിട്ടുണ്ട്. A river had to be crossed. ഒരു നദി കടക്കേണ്ടതായിട്ടുണ്ട്. We needed somebody who could meet us where we were. നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മെ സന്ധിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് ആവശ്യമാണ്. And then lift us to where we ought to be. അവിടെ നിന്ന് നമ്മെ ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുന്ന ഒരു വ്യക്തിയെ തന്നെ. So here comes Jesus. അവിടെയാണ് യേശു ക്രിസ്തു നമ്മിലേക്ക് വരുന്നത്. In power and in paradox. ശക്തിയോടുകൂടെ നമ്മുടെ അടുക്കിലേക്ക് കർത്താവ് വരുന്നത്. Here comes Jesus. ഇവിടെ യേശു ക്രിസ്തു നമ്മുടെ സമീപത്തേക്ക് വരുന്നു. The judge who was judged in our place. ന്യായം വിധിക്കുന്നവൻ നമുക്ക് വേണ്ടി ന്യായം വിധിക്കപ്പെട്ടു. Here comes Jesus looking like a man but talking like God. ഇവിടെ യേശു വരുന്നത് ഒരു മനുഷ്യനെ പോലെയാണെങ്കിലും ദൈവത്തെ പോലെ സംസാരിക്കുന്നവനായിട്ടാണ്. Here comes Jesus bringing us into a right relationship with God and with each other. ഇവിടെ യേശു ക്രിസ്തു നമ്മെ ദൈവവുമായിട്ടും മറ്റ് സഹോദരങ്ങളുമായിട്ടും മനുഷ്യരുമായിട്ടും ഒരു ശരിയായ ബന്ധത്തിലേക്ക് പുനഃസ്ഥാപിക്കുന്ന ആ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാക്കുവാനായിട്ടാണ്. When we are redeemed in Jesus Christ, നമ്മൾ യേശു ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ട് കഴിയുമ്പോൾ and reconciled to God, ദൈവവുമായിട്ട് അനുരഞ്ജനപ്പെട്ട് കഴിയുമ്പോൾ we start on our way to being the people that God intends for us to be. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വ്യക്തികളായി മാറുവാൻ അപ്പോൾ നമുക്ക് സാധിക്കും. Many of you will remember that blacks were slaves in America.
നിങ്ങൾ പലരും മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ, അറിഞ്ഞിട്ടുണ്ടല്ലോ, കറുത്ത വർഗക്കാര് അമേരിക്കയിൽ അടിമകളായിട്ടാണ് ജീവിച്ചിരുന്നത്. My name is LaRue. എൻ്റെ പേര് ലാറു എന്നാണ്. Because 6 generations ago, 6 തലമുറകൾക്ക് മുൻപ് a slave master in Louisiana named my family after him. ലൂസിയാനയിലുള്ള ഒരു അടിമ വർഗത്തിൻ്റെ നേതാവ് എനിക്ക് ആ പേര് നൽകിയ സമയത്ത് My family was slaves in America. എൻ്റെ കുടുംബങ്ങൾ, പിതാക്കന്മാര് അമേരിക്കയിൽ അടിമകളായിരുന്നു. Until freed by Abraham Lincoln and a civil war in the 19th century. എബ്രഹാം ലിങ്കൻ ഞങ്ങളെ സ്വതന്ത്രരാക്കുന്നത് വരെയും 19ാം നൂറ്റാണ്ടിലെ ആഭ്യന്തര യുദ്ധം നടക്കുന്നത് വരെയും ഞങ്ങൾ അടിമകളായി കഴിഞ്ഞിരുന്നു. A civil war that left 600,000 Americans dead. ആ 19ാം നൂറ്റാണ്ടിൽ നടന്ന ആഭ്യന്തര യുദ്ധത്തിൽ 6 ലക്ഷം ആളുകൾ മരണപ്പെട്ടു എന്നുള്ള വസ്തുത നമ്മൾ ഓർക്കണം. At the start of the war, the churches split over slavery. ഈ അടിമത്തത്തെക്കുറിച്ചുള്ള അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നുണ്ടായിരുന്ന സഭയും വിഭജിക്കപ്പെട്ടു. Even Christians could not be reconciled to one another because of the ugliness of slavery. ഈ അടിമത്തത്തിൻ്റെ ആ മ്ലേച്ഛത കൊണ്ട് പല ആളുകൾക്കും, ക്രിസ്ത്യാനികൾക്ക് പോലും ഇതിനോട് പൊരുത്തപ്പെട്ടു പോകുവാനായിട്ട് സാധിച്ചിരുന്നില്ല. And the refusal of many white Southerners to see blacks as their brothers and sisters in Christ Jesus. വെളുത്തവരായിട്ടുള്ള പാശ്ചാത്യര് ഈ കറുത്ത വർഗക്കാരെ സഹോദരങ്ങളായിട്ട് കണക്കാക്കുവാനോ അംഗീകരിപ്പാനോ മനസ്സുവെച്ചിരുന്നില്ല. Carried on this ugly legacy of racism and discrimination. ഞങ്ങളുടെ ഇവിടെയുള്ള ഈ വിവേചനം എന്ന് പറയുന്നത് മ്ലേച്ഛകരമായ ഒരു അനുഭവം തന്നെയാണ്. അത് എത്രനാൾ നീണ്ടു നിന്നു എന്നുള്ളത് നിങ്ങൾക്കും അറിവുള്ളതാണല്ലോ. In 1845, the white Southern Baptist Church split over slavery. 1845 തെക്കേ ദേശത്തുണ്ടായിരുന്ന സദേൺ ബാപ്റ്റിസ്റ്റ് ചർച്ച് എന്ന് പറയുന്ന കൂട്ടം ഈ ഒരു കാരണത്താൽ 2 വിഭാഗങ്ങളായിട്ട് മാറി. But 150 years later, എന്നാൽ 150 വർഷങ്ങൾക്ക് ശേഷം there were men and women who recognized that this split was not in keeping with the reconciling power of Jesus Christ. ഈ വിഭാഗീയത എന്ന് പറയുന്നത് നമ്മെ അനുരഞ്ജിപ്പിക്കുന്ന യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തിന്റെ ഭാഗമല്ല, അത് ദൈവത്തിന് യോജിച്ചതല്ല എന്നുള്ളത് നമ്മുടെ സഹോദരി സഹോദരങ്ങൾ മനസ്സിലാക്കി. So 150 years later, 150 വർഷങ്ങൾക്ക് ശേഷം the Southern Baptist churches came together in their annual setting and extended a formal apology to blacks in America. തെക്കേ ദേശത്തുണ്ടായിരുന്ന ഈ ബാപ്റ്റിസ്റ്റ് സമൂഹം അവർ കൂടി വരുന്ന സമയത്ത് ഈ കറുത്ത വർഗക്കാരോട് അവരെ ക്ഷമ ചോദിച്ചു. After 150 years, they finally apologized for their part in slavery. അവരുടെ ഈ അടിമത്തത്തിന്റെ പങ്കാളിത്തത്തെക്കുറിച്ച് അവർക്ക് ബോധം വരികയും 150 വർഷങ്ങൾക്ക് ശേഷം കർത്തവർഗക്കാരോട് അവർ ക്ഷമ യാചിക്കുകയും ചെയ്തു. They recognized that if they were truly reconciled in Christ Jesus, അവർ യേശു ക്രിസ്തുവിനോട് അനുരഞ്ജനപ്പെട്ടവരാണെങ്കിൽ അവർക്ക് ഇവിടെയും അനുരഞ്ജനപ്പെടാതെ ഒക്കുകയില്ല എന്നുള്ള ബോധ്യം അവർക്ക് ഉണ്ടായി. They would have to confess that we are all brothers and sisters in Christ Jesus. അവർ യേശു ക്രിസ്തുവിൽ ഞങ്ങൾ സഹോദര സഹോദരികളാകുന്നു എന്നുള്ള ആ ഒരു വലിയ ബോധ്യം തുറന്ന് സമ്മതിക്കേണ്ടതായിട്ട് വരും. 150 years is a long time to wait. 150 വർഷം എന്ന് പറയുന്നത് കാത്തിരിപ്പാനായിട്ട് ദീർഘമായ ഒരു കാലഘട്ടം തന്നെയാണ്. But it is better late than never. എന്നാൽ ഇത്രയും നാൾ കാത്തിരുന്നു എന്ന് വരികിലും ഒരിക്കലും ഇത് സംഭവിക്കാത്തതിനേക്കാൾ നല്ലതാണല്ലോ താമസിച്ചാണെങ്കിലും ഇത് സംഭവിക്കുന്നത്. For years and years and years we said to them, get right with God. വർഷങ്ങളോളം ഞങ്ങൾ അവരോട് പറഞ്ഞു, ദൈവവുമായിട്ട് അനുരഞ്ജനപ്പെടുക. Get right with God and he will show you how. ദൈവവുമായിട്ട് അനുരഞ്ജനപ്പെടുമ്പോൾ ദൈവം തക്ക വഴികൾ നിങ്ങൾക്ക് കാണിച്ചു തരും.
Jesus came to bring us into a right relationship with God. യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് ദൈവവുമായിട്ട് ശരിയായ ഒരു ബന്ധത്തിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. But unfortunately, sometimes it takes a long time for us to be നിർഭാഗ്യമെന്ന് reconciled. പറയട്ടെ, ചിലപ്പോൾ ദീർഘവർഷങ്ങൾ ഇതിനു വേണ്ടി എടുത്തു എന്ന് വരാം. Every now and then we just need to remind ourselves of what Jesus did for us. യേശുക്രിസ്തു നമുക്ക് വേണ്ടി എന്താ ചെയ്തത് എന്നുള്ളത് എല്ലായ്പ്പോഴും നമ്മളിങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം. He took a birthday in time and was born of suspect parentage in a third-rate country. കാലസമ്പൂർണതയിൽ പിതൃത്വത്തെക്കുറിച്ചുള്ള സംശയ പശ്ചാത്തലത്തിൽ യേശുക്രിസ്തു ലോകത്തിൽ ജനിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. In a forgotten corner of the world. അവഗണിക്കപ്പെട്ട ഒരു ദേശത്ത് Jesus gave up his rightful seat in that celestial city. ആ ഏദൻ തോട്ടത്തേക്കാൾ മുൻപുള്ള ആ ഒരു വലിയ ദിവ്യമായ ആ ഒരു സ്വർഗീയ അനുഭവം വിട്ട് That was older than Eden and taller than Rome. ഏദൻ തോട്ടത്തേക്കാൾ അതിന് പഴക്കമുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. റോമ പട്ടണത്തേക്കാൾ അത് ഖേമമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. For us, he traded in the praises of angels for the sin-stricken curses of lost humanity. നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൂതന്മാരുടെ സ്തുതികൾ ത്യജിച്ച് പാപമംഗലമായ മനുഷ്യരുടെ ശാപവാക്കളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു. For us, Jesus gave up a crown for a cross and a throne for a tomb. നമുക്ക് വേണ്ടി കിരീടത്തെ ഉപേക്ഷിച്ച് മുൾക്കിരീടം അവൻ സ്വീകരിച്ചു. For us, he came all the way from heaven down just to save a wretch like me. സ്വർഗത്തിൽ നിന്ന് അവൻ ഇറങ്ങി നമ്മുടെ ഇടയിലേക്ക് വന്നു. എന്തിനാണ്? പാപികളായ നമുക്ക് വേണ്ടി തന്നെ. He who knew no sin became sin for us. പാപം എന്താണെന്ന് അറിയാത്തവൻ നമുക്ക് വേണ്ടി പാപമായി തീർന്നു. And died the death of a common criminal on a blood-stained hill just outside of Jerusalem. സാധാരണ ഒരു കുറ്റവാളി ഏൽക്കേണ്ടതായുള്ള ഒരു മരണം അവൻ ഏൽക്കേണ്ടതായിട്ട് വന്നു. And because of his faithfulness, on the third day morning, God raised him from the dead. അവന്റെ വിശ്വസ്തത മൂലം ദൈവം തമ്പുരാൻ മൂന്നാം ദിവസം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. And gave him the name that is above every other name. എല്ലാ നാമത്തിനും മേലായ ഒരു നാമം അവന് ദൈവം നൽകി. That at the name Jesus every knee must bow and every tongue must confess. എല്ലാ മുഴങ്കാലുകളും അവന്റെ മുൻപിൽ നടങ്ങും, എല്ലാ നാവും ആ നാമം ഏറ്റുപറയും. That Jesus Christ is Lord to the glory of God the Father. Amen. ദൈവത്തിന്റെ മഹത്വമായിരിക്കുന്ന യേശു ക്രിസ്തു ആ പിതാവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. Thank God for Jesus. യേശു ക്രിസ്തുവിന് വേണ്ടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. Who has the power to bring us back into a right relationship with God. നമ്മെ ശരിയായ ബന്ധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ശക്തിയുള്ളവനായ ആ യേശു ക്രിസ്തുവിന് വേണ്ടി നമുക്ക് സ്തോത്രം ചെയ്യാം. Thank God for Jesus. യേശു ക്രിസ്തുവിന് വേണ്ടി സ്തോത്രം ചെയ്യാം. Who alone can make us whole again. യേശു ക്രിസ്തുവിന് മാത്രമേ നമുക്ക് നമ്മെ യഥാസ്ഥാനപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. Thank God for Jesus. യേശു ക്രിസ്തുവിന് വേണ്ടി നമുക്ക് സ്തോത്രം ചെയ്യാം. Who can replace hate with love. നമ്മുടെ ഈ നിഷേധത്തെയൊക്കെയും നമ്മുടെ വെറുപ്പിനെയൊക്കെയും സ്നേഹമാക്കി മാറ്റുന്നത് യേശുവിന്റെ സാന്നിധ്യമാണ്. Thank God for Jesus. യേശു ക്രിസ്തുവിന് വേണ്ടി നമുക്ക് സ്തോത്രം ചെയ്യാം. Who removes confusion. നമ്മുടെ അസ്വസ്ഥതകളെ മാറ്റി നമുക്ക് ശരിയായ ദിശ കാണിച്ചു തരുന്ന അനുഭവം. And allows peace to reign. നമ്മുടെ ഹൃദയത്തിൽ സമാധാനം ഭരിപ്പാൻ തക്കവണ്ണം അവൻ ഇടയാക്കി തീർക്കും. Thank God for Jesus. യേശുവിന് വേണ്ടി സ്തോത്രം ചെയ്താട്ടെ. Come Lord. യേശുവേ വന്നാട്ടെ. And make us whole again. ഞങ്ങളെ വീണ്ടും യഥാസ്ഥാനപ്പെടുത്തിക്കാട്ടെ. Come Lord. യേശു കർത്താവേ വരണമേ. And let us feel your cleansing power. നിന്റെ ശുദ്ധീകരിക്കുന്ന ആ ഒരു ശക്തി ഞങ്ങളൊന്ന് അനുഭവിക്കണമേ. Come Lord. കർത്താവേ വരണമേ. And help us to be the people you have called us to നീ be. വിളിച്ച രീതിയിലുള്ള മനുഷ്യവർഗമായി തീരുവാൻ നീ ഞങ്ങളെ രൂപപ്പെടുത്തണമേ. Thank God for Jesus. യേശുവിന് വേണ്ടി നമുക്ക് സ്തോത്രം ചെയ്യുന്നു. And the people of God said, Amen. ദൈവത്തിന്റെ ജനം പറഞ്ഞു ആമേൻ.